ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു വിദ്യാസ് rasoi. ഇന്ന് റെഡിയാക്കുന്നത് ചിക്കൻ സ്റ്റൂവും പുട്ടുമാണ്. അപ്പോൾ അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് നമുക്ക് നോക്കാം. ഞാൻ ചിക്കൻ എടുത്ത് വെച്ചിട്ടുണ്ട്, പിന്നെ കുറച്ച് ഓണിയൻ എടുത്തിട്ടുണ്ട്, ക്യാരറ്റ്, കാഷ്യൂ, ഗ്രീൻ ചില്ലി, കറി ലീഫ്, പൊട്ടറ്റോ, പിന്നെ കോക്കനട്ട് മിൽക്ക് എടുത്ത് വെച്ചിട്ടുണ്ട്, കുറച്ച് സ്പൈസസും എടുത്ത് വെച്ചിട്ടുണ്ട്. ഫസ്റ്റിലെ തന്നെ ഒരു പാൻ വെച്ചിട്ടുണ്ട്, അതിലേക്ക് ഇനി കോക്കനട്ട് ഓയിലാണ് നമ്മൾ ഒഴിക്കുന്നത്. എന്നിട്ട് നമ്മുടെ സ്പൈസസ് ഒക്കെ ഇട്ടിട്ട് നമ്മളൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക. ഗ്രാമ്പൂ, പട്ട, ഏലക്ക, പിന്നെ പത്തി ലീഫ്, പിന്നെന്താ പെരിഞ്ജീരകം, നല്ല ജീരകം, അങ്ങനെ എല്ലാം കൂടിയുള്ള മിക്സ് ഉണ്ടല്ലോ, അതിട്ടിട്ട് ചെറുതായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക. ഇനി നമുക്കിതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരുന്ന ഫുള്ള് ചേർക്കുക. കറി ലീഫും ജിഞ്ചറും ഓണിയനും ക്യാരറ്റും കാഷ്യൂം എല്ലാം കൂടി ഒന്നിച്ചിട്ടിട്ട് നമ്മൾ അതൊന്ന് വഴറ്റിയെടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇത് വളരെ സിമ്പിളായിട്ട് എത്ര എളുപ്പം ചെയ്യാവോ അത്രയും എളുപ്പത്തിൽ തന്നെ നമുക്ക് ചെയ്തെടുക്കാം. ഇനി നമുക്കിതിലേക്ക് കുറച്ച് ഉപ്പ് ആഡ് ചെയ്യാം. എന്നിട്ട് നമ്മൾ ചിക്കനും കൂടെ ഒന്നിച്ചിടുകയാണ്. വെജിറ്റബിൾസ് ഒന്നും നമ്മുടെ കുക്കായിട്ടില്ല, അപ്പം ചിക്കനും ഇതെല്ലാം കൂടി ഒന്നിച്ച് കറക്റ്റായിട്ട് കുക്കായി വരും. നമ്മളിവിടുത്തെ ചിക്കനൊക്കെ ആകുമ്പോഴത്തേക്കിനും അധികം വേഗമൊന്നുമില്ലല്ലോ. ഇപ്പം നാടൻ ചിക്കനൊക്കെ ആണെങ്കിലല്ലേ കുറച്ചുകൂടെ ഒക്കെ വേവുള്ളൂ. ഇനിയിപ്പോൾ നമ്മൾ ചിക്കനോടുള്ള കുറച്ചുകൂടെ ഉപ്പ് ഞാൻ ആഡ് ചെയ്തു. ഇനി ഇതിലേക്ക് പെപ്പർ പൗഡറാണ്, വേറെ മസാലകളൊന്നും തന്നെ ചേർക്കുന്നില്ല. നമ്മുടെ ചിക്കൻ മസാലയോ അല്ലെങ്കിൽ നമ്മുടെ ചില്ലി പൗഡറോ ഒന്നും തന്നെ ഒന്നുമില്ല. ജസ്റ്റ് നമ്മളൊന്ന് ഒരു 2-3 മിനിറ്റ്സ് ഒന്ന് അടച്ച് വയ്ക്കുക. അപ്പോൾ ആ ചിക്കനിലുള്ള ജ്യൂസൊക്കെ ഒന്ന് ഇറങ്ങി വരും പുറത്തേക്ക്. ഇനി നമ്മളിതിലേക്ക് ഒന്നാം പാൽ ഒഴിക്കുകയാണ്. അത് നമ്മൾ കുറച്ചൊന്ന് ലൂസാക്കി കുറച്ച് വെള്ളം ചേർത്തിട്ട് ഞാൻ നന്നായിട്ട് മിക്സിയിൽ അരച്ചെടുത്തിട്ട് അത് പിഴിഞ്ഞെടുത്ത പാലാണ്. ഇനി ഇത് കുറച്ച് ലൂസായിട്ടുള്ള പാൽ. ഇനി ഒന്നാം പാലെന്ന് പറഞ്ഞിട്ട് നല്ല കട്ടിയായിട്ടുള്ളത്, അത് നല്ലതായിട്ട് നമ്മുടെ കറി കുക്കായി കഴിയുമ്പോൾ നമ്മൾ ഒഴിക്കുന്നത് ലാസ്റ്റിൽ. ഇതിപ്പോൾ നല്ലതായിട്ട് തിളയൊക്കെ വന്നിട്ടുണ്ട്, അപ്പോൾ കുറച്ചുകൂടെ വറ്റി വരാനുണ്ട്. നമ്മുടെ പാലൊഴിച്ചപ്പം കുറേ അതിലെ ചിക്കനിലെ വെള്ളം കൂടി പുറത്തേക്ക് വരും. നമ്മൾ കുറച്ച് പെപ്പർ പൗഡറും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. നല്ല സ്മെല്ലും നന്നായിട്ട് എണ്ണയൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമ്മൾ കുറച്ച് തേങ്ങാപ്പാലും കൂടെ ഒഴിച്ചു കൊടുക്കുകയാണ്. തലപ്പാൽ ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പം നന്നായിട്ട് നല്ല തിക്കാകാൻ വേണ്ടിയിട്ടാണ്. ഇനി ഒരു 2-3 മിനിറ്റ്സ് ഒന്ന് അടച്ച് വയ്ക്കുക. അപ്പം നമ്മുടെ ചിക്കൻ സ്റ്റൂ റെഡിയായി കഴിഞ്ഞു. കണ്ടോ, ഒട്ടും എരിവൊന്നും ഇല്ലാത്തതുകൊണ്ട്, ആ ഗ്രീൻ ചില്ലിയുടെ എരിവ് മാത്രമേ ഉള്ളൂ. അത് നമ്മളൊരു 3-4 എണ്ണം ചേർത്തത് അതുകൊണ്ട് കുട്ടികൾക്കൊക്കെ കഴിക്കാനും ഭയങ്കര ഇഷ്ടമായിരിക്കും. പുട്ടിൻ്റെ കൂടെ അപ്പത്തിൻ്റെ കൂടെ ഒക്കെ സൂപ്പർ കോമ്പിനേഷനാണ്. അപ്പം നമ്മുടെ ചിക്കൻ സ്റ്റൂ റെഡിയായി കഴിഞ്ഞു. ഇനി ഞാൻ പുട്ടും കൂടെ ഒന്ന് റെഡിയാക്കിക്കോട്ടെ കേട്ടോ. അതൊന്നും പിന്നെ കാണിക്കേണ്ട ആവശ്യമില്ലല്ലോ. അപ്പം ഇനി ഒരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ ബൈ.